വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗം അതിൻ്റെ സംഗീത വിഭാഗമാണ്. വർഷങ്ങൾക്ക് ശേഷം സിനിമ തുടങ്ങുമ്പോൾ തന്നെ വരവീണ മൃദുപാണി എന്ന് തുടങ്ങുന്ന ഒരു കൃതി, അപ്പയ്യ ദീക്ഷിതരുടെ കൃതി, അതോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സിനിമ കണ്ടു തുടങ്ങുന്നവർക്ക് ഒരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റ്, ഒരു 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 സുഖം ആ സിനിമയ്ക്കകത്ത് നിന്ന് നമുക്ക് ആ തുടക്കത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് ഈ സിനിമയിൽ പറയേണ്ട മറ്റൊരു കാര്യം, ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു നാടകം കാണിക്കുന്നുണ്ട്. ഈ നാടകം കാണിക്കുമ്പോൾ ഈ നാടകത്തിൽ ആളുകൾ കല്ലെറിയുകയും കൂവുകയൊക്കെ ചെയ്യുമെന്ന് കരുതിയിട്ട് പ്രണവ് മോഹൻലാൽ വന്നിട്ട് ഈ നാടകത്തിനൊരു പശ്ചാത്തല സംഗീതം ഒരുക്കുന്നുണ്ട്. പ്രണവ് മോഹൻലാൽ വന്നിട്ട് ചെയ്യുന്ന ക്യാരക്ടർ ഈ വളരെ ഒരു 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 ശാന്തമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന നാടകം ഈ സംഗീതം വരുന്നതോടുകൂടി നാടകത്തിനൊരു റിച്ച്നെസ്, ഒരു 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 പടി കൂടുതൽ നാടകം ആസ്വദിക്കുന്നവരിലേക്ക് ആ നാടകം ഇറങ്ങി ചെല്ലുന്ന ഒരു കാഴ്ച ഈ സിനിമയുടെ തുടക്കത്തിലുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഉത്സവപ്പറമ്പിലും മറ്റും നമ്മൾ നാടകം കാണാൻ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നാടകങ്ങൾ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ഒരു കാലം. അപ്പോൾ ആ കാലത്ത് ഞാൻ ആദ്യം കാണാൻ പോയ നാടകങ്ങൾക്കെല്ലാം അവർ പശ്ചാത്തല സംഗീതം, ഇപ്പോൾ ഹാർമോണിയം, വയലിൻ, തബല, ഇതെല്ലാം അവർ രംഗത്ത് നടക്കുന്നതിനനുസരിച്ച് വായിക്കുന്നതാണ്. അതായത് ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 80s പകുതിയൊക്കെ എത്തിയപ്പോഴേക്കും ഇത് ടേപ്പായിട്ട് ഇത് പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച്, ഈ ട്യൂണ് റെക്കോർഡ് ചെയ്ത് വെച്ച് സിറ്റുവേഷൻ വരുമ്പോൾ പ്ലേ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു പിന്നീട് കണ്ടത്. അപ്പോൾ ഈ പഴയതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫീല് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഈ ഗാനത്തിന്, അതായത് ഈ പ്രണവ് മോഹൻലാൽ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്ത ആ പ്രവൃത്തി, ആ വയലിൻ വായിക്കുമ്പോൾ ആ നാടകം മറ്റൊരു തരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു കാഴ്ച, അതൊക്കെ മനസ്സിന് വല്ലാത്ത ഒരു ടച്ചിങ്ങായി തോന്നിയ, പഴയതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ആ നാടകത്തിലൂടെ വിനീത് ശ്രീനിവാസൻ പ്രേക്ഷകരിലേക്ക് പകർന്നു തന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അമൃത് രാംനാഥ് എന്ന പേരുള്ള സംഗീത സംവിധായകൻ്റെ കാര്യം. ഈ അമൃത് രാംനാഥ് എന്ന സംഗീത സംവിധായകൻ്റെ അമ്മ പ്രശസ്തയായ ഗായിക ബോംബെ ജയശ്രീയാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ട സിനിമകളിലൊന്നും ഇത്രത്തോളം ഭംഗിയായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത സിനിമകൾ അതായത് സിനിമയിലുടനീളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതീവ കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായിരുന്നു. അപ്പോൾ ഈ തുടക്കത്തിൽ ഒരു സിംഫണി സ്റ്റൈലിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുണ്ട് സിനിമയുടെ തുടക്കത്തിൽ. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ബിതോവൻ, മൊസാർട്ട് ഇവരുടെയൊക്കെ സിംഫണി പോലെ എനിക്ക് തോന്നിയെങ്കിലും, പക്ഷേ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് വെർഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ, തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്കത് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഈ അമൃത് രാംനാഥിൻ്റെ മ്യൂസിക്കിന് എന്തോ ഒരു മാജിക്കൽ ടച്ച് ഉള്ളതുപോലെ എനിക്ക് തോന്നി. സിനിമയിലുടനീളം ഒരു ഗാനമുണ്ട്, ജ്ഞാപകം എന്ന് പറയുന്ന ഒരു ഗാനം. ആ ഗാനം എഴുതിയിരിക്കുന്നത് ബോംബെ ജയശ്രീ തന്നെയാണ്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മകനായ അമൃത് രാംനാഥുമാണ്. ആ സിനിമയിലെ ഈ ജ്ഞാപകം എന്ന് പറയുന്ന ഗാനം നമ്മൾക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീല്, അതായത് ഈ ഗാനം സിനിമയിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ സിനിമ കണ്ട് ഇറങ്ങിയാലും ഈ ഗാനം നമ്മൾ പാടാൻ അറിയാത്തവർക്ക് മനസ്സിലൊന്ന് മൂളി നോക്കാനല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഈ ഗാനം നമ്മൾ ഒരു മൂളിപ്പാട്ടായി പാടും. അത്തരത്തിലുള്ള ഒരു ഗാനമാണ് ഈ ജ്ഞാപകം എന്ന് തുടങ്ങുന്ന ആ ഗാനം. വളരെ അട്രാക്ഷനായിട്ട് തോന്നിയ മറ്റൊരു കാര്യം, ഹിഷാം അബ്ദുൾ വഹാബിൻ്റെ ഒരു പാട്ടുണ്ട് ഇതിനകത്ത്, ഞാൻ ആളുന്ന എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. ഇത് സിനിമയ്ക്കുള്ളിൽ ഈ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ഗാനമായിട്ടാണ് സിനിമയ്ക്കുള്ളിൽ ഉള്ളത്. പാടിയിരിക്കുന്നത് ഹിഷാം അബ്ദുൾ വഹാബ് തന്നെയാണ്. അതിൻ്റെ ഓർക്കസ്ട്ര ഭയങ്കര റിച്ചായിട്ടുള്ള ഒരു ഓർക്കസ്ട്രയായിട്ട് എനിക്ക് തോന്നി. അതായത് തിയേറ്റർ കിടുങ്ങുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആ പാട്ടിന്. ആ പാട്ട് വളരെ തിയേറ്ററിൽ കണ്ട ഒരു ഫീല് തിരിച്ച് ഞാൻ വീട്ടിൽ നമ്മളിത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വീട്ടിൽ കേൾക്കുമ്പോൾ ആ ഒരു ഫീല്, തിയേറ്ററിലെ ഫീല് ഒരിക്കലും കിട്ടുന്നില്ല ആ പാട്ടിൽ. ആ തിയേറ്ററിൽ തന്നെ കേൾക്കേണ്ട ഗാനമാണത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ചിത്രത്തിൽ. വിനീത് ശ്രീനിവാസൻ്റെ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം, വിനീത് ശ്രീനിവാസൻ്റെ ഫിലിം മേക്കിംഗ് ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അതായത് ഒരു വേറിട്ട രീതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, വിഷ്വൽസുകൾ, ഇതെല്ലാം ഈ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനം ചെയ്ത സിനിമ കാണാൻ നമ്മൾ പോകുമ്പോൾ എന്തായാലും വർത്ത് ഓഫ് മണി എന്നാണ് എനിക്ക് ഈ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ തോന്നിയത്. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ
ഇതിന് മുന്നേ ഈ ഇടയ്ക്കൊന്നും ഇത്രയും മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള ഒരു സിനിമയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം. അതുകൊണ്ട് തന്നെ ഒരു സംഗീതത്തിന് പ്രാധാന്യം കൊടുത്ത സിനിമ, അല്ലെങ്കിൽ സംഗീതം അധിഷ്ഠിതമായ സിനിമ എന്നൊക്കെ വേണമെങ്കിൽ ഈ സിനിമയെ പറയാം. അത്തരത്തിലൊരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന സംഗീതമുള്ള ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം.